അപ്പോൾ ഇനി അധികം ദിവസങ്ങളൊന്നുമില്ല കേട്ടോ ഞങ്ങൾ തിരിച്ച് കണ്ണൂർക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പം കുഞ്ഞിൻ്റെ മാമോദീസയും വെക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഓരോരുത്തരെയായിട്ടൊക്കെ വിളിച്ച് തുടങ്ങണം. അപ്പം നമ്മുടെ റിലേറ്റീവ്സിൻ്റെ വീട്ടിലൊക്കെ നമ്മളൊന്ന് പോയി വിളിക്കാനൊക്കെ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. എനിക്ക് ഹോസ്പിറ്റലിൽ ഒന്ന് പോകണം, ഡോക്ടറെ ഒന്ന് കാണേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മളിന്ന് പോകുന്നത്. ആമിക്കുട്ടി ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. അവൾ യാത്ര പോകാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അവൾക്ക് എവിടെയെങ്കിലുമൊക്കെ പോകുന്നതും കാഴ്ചകളൊക്കെ കണ്ടിരിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് റെഡി ആയപ്പോൾ തന്നെ പോകാൻ വേണ്ടിയിട്ട് ഭയങ്കര ബഹളമായിരുന്നേ. അപ്പോൾ ഇറങ്ങിയപ്പോൾ സൈലൻ്റായിട്ടെല്ലാം കണ്ടിരിക്കുകയാണ്. അപ്പോൾ അവളുടെ ഔട്ട്ഫിറ്റൊക്കെ കണ്ടില്ലേ, നല്ല രസമുണ്ടല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവളിതിടുന്നത്. അപ്പോഴത്തേക്ക് അമ്മ കയറി വന്നു കേട്ടോ. ഞങ്ങൾ ഫ്രണ്ടിൽ നടന്ന് പോവുമായിരുന്നേ. അപ്പോൾ കുറച്ച് നമ്മുടെ വഴി ഇങ്ങനെ കുറച്ച് നടന്നങ്ങ് കയറി ഈ കുറച്ച് കയറ്റമാണ് കേട്ടോ. കയറി കഴിഞ്ഞാണ് റോഡ് ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പതുക്കെ നേരത്തെ അങ്ങ് നടന്നങ്ങ് പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മ പുറകെ വരുന്നുണ്ടായിരുന്നുള്ളേ. അപ്പോൾ ഞങ്ങൾ ടാറ്റയൊക്കെ പറഞ്ഞ് അവളെ കൊണ്ട് പറയിപ്പിക്കാനൊക്കെ നോക്കി അങ്ങനെ പോവായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ബസ്സിൽ കയറി കഴിഞ്ഞപ്പോൾ ആൾ ഭയങ്കര ഓണാണ്. സാധാരണ വണ്ടിയിലൊക്കെ കയറിയിട്ടുണ്ടെങ്കിൽ ആൾ ഉറങ്ങേണ്ട സമയമാണ്, പക്ഷേ ആൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എല്ലാം ഇങ്ങനെ ആൾക്കാരെയൊക്കെ കണ്ട്, ഇപ്പോൾ കുറച്ച് അറിവാകുന്ന പ്രായമൊക്കെ അല്ലേ, അപ്പോൾ ആൾക്കാരെയൊക്കെ കണ്ട് കേട്ടൊക്കെ അവളിങ്ങനെ ഇരിക്കുകയായിരുന്നു. പിന്നെ ഞങ്ങൾ അച്ഛൻ്റെ പെങ്ങളുടെ വീട്ടിൽ വന്നു. അപ്പോൾ അവിടെ ആറിൻ്റെ തീരത്താണ് കേട്ടോ വീട്. അവിടെ കാണാനൊക്കെ നല്ല ഭംഗിയാണ്. അവിടെ പോയി ഇങ്ങനെ പാറയുടെ പുറത്തൊക്കെ ഇരിക്കാനായിട്ട് നല്ല ഭംഗിയാണ്, നല്ല രസമാണ് കാഴ്ചയൊക്കെ കണ്ടിരിക്കാനേ. വെയിലുണ്ടെങ്കിൽ ആ വെയിലൊന്നും നമുക്ക് അറിയില്ല കേട്ടോ. കാരണം തണുപ്പും അതുപോലെ തന്നെ കാറ്റൊക്കെ ഉള്ളതുകൊണ്ട് അധികം ഇത് വെയിലൊന്നും നമുക്കറിയാൻ പറ്റില്ല കേട്ടോ. പിന്നെ ഇവിടെ കുറേ കപ്പയും അങ്ങനത്തെ കായം ഒക്കെ ഉണങ്ങാൻ വേണ്ടിയിട്ടിട്ടുണ്ട് കേട്ടോ. കായൊക്കെ നമുക്ക് പൊടിച്ച് കൊണ്ടുപോകാൻ, കുഞ്ഞിന് കൊടുക്കാൻ വേണ്ടിയിട്ട്, കുറുക്കാക്കി കൊടുക്കാനുള്ളത് പൊടിച്ച് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ളത് ഉണങ്ങുന്നതാണ്. പിന്നെ ഞങ്ങൾ ആറ്റിലൊക്കെ പോയി ഒന്ന് കാലും കൈയൊക്കെ ഒന്ന് കഴുകാൻ വേണ്ടിയിട്ട് ചുമ്മാ ഒന്ന് പോയി. അവളെയും വെള്ളമൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടി പോയതാണ്. കണ്ടില്ലേ, നല്ല ഭംഗിയല്ലേ കാണാൻ വേണ്ടിയിട്ട് തന്നെ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ വന്നിരിക്കാനൊക്കെ കേട്ടോ. രാത്രി സമയങ്ങളിലൊക്കെ വന്നിരിക്കാനൊക്കെ നല്ല രസമാണ്, കാഴ്ചയൊക്കെ കണ്ടിരിക്കാനേ. അപ്പോൾ അവളെ കൊണ്ട് ആറ് കാണിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം.